നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കാവൽ മുഖ്യമന്ത്രിയുടെ റോള് കഴിയാറായി ഏകദേശം. പക്ഷേ പാർട്ടിയിലും വലിയ റോളില്ലാതായിരിക്കുന്നു, ജനങ്ങളും തെറിവിളിക്കുന്നു. മൊത്തത്തിൽ പിണറായി വിജയൻ ഒരു പൂർണ്ണ തകർച്ചയിലാണ്. അധികം ആരോടും സംസാരിക്കുന്നില്ല അദ്ദേഹം. മാത്രമല്ല, മാധ്യമങ്ങളെ കാണാനേ താല്പര്യപ്പെടുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയുടെ വലിയ നേതാവ്, അതായത് പാർട്ടി തന്നെയാണ് പിണറായി, എന്നിട്ട് ആ പാർട്ടിയുടെ പതനത്തിൽ ഇതുവരെ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആകെ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. എന്തിനും ഏതിനും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്ന് വാതോരാതെ മാധ്യമങ്ങളെ വിറപ്പിക്കുന്ന പിണറായി ഒരക്ഷരം പോലും പ്രതികരിക്കാതെ ഒരു മൂലയിലിരിക്കുന്നു. അതിലേറെ കഷ്ടം, പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ പാർട്ടി യോഗങ്ങളിൽ എടുത്തുടുക്കുന്ന ഒരു കാഴ്ച. ശരിക്കും ഇങ്ങനെ ഒരു അതപ്പതിച്ചു പോകുന്ന നിലയിലേക്ക് പിണറായി ഇപ്പോൾ നിൽക്കുകയാണ്. വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് കൊട്ടുന്ന ഒരു ചെണ്ട. ഇല്ല, കഷ്ടമാണ്. നമുക്ക് സങ്കടം തോന്നുന്നു. കാരണം പിണറായി വിജയനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് താങ്ങാവുന്നതിലധികമാണ്. അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് ഇതുവരെ ഇറങ്ങിക്കൊടുക്കുന്നില്ല. മമതാ ബാനർജി ബംഗാളിൽ മുഖ്യമന്ത്രി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല ഇവിടെ. ഇത് വീട് വിട്ടു കൊടുക്കാൻ പറ്റുന്നില്ല. സാധനമെല്ലാം പെറുക്കി കെട്ടി ആ ചിന്താ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പക്ഷേ പിണറായിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് നേരെ ഇറങ്ങി കന്റോൺമെൻറ്റ് ഹൗസിൽ പോയി കയറാമെന്ന്. അപ്പോൾ ഈ കന്റോൺമെൻറ്റ് ഹൗസിലേക്കും ക്ലിഫ് ഹൗസിലേക്കുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാറ്റമുണ്ടല്ലോ, ആ പീരീഡിൽ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ചിന്താ ഫ്ലാറ്റിൽ കൊണ്ടുപോയി സാധനങ്ങൾ ഇട്ടത്. എന്നാൽ സതീശൻ ആണേലും KC വേണുഗോപാലാണേലും ക്ലിഫ് ഹൗസിലേക്ക് അരിച്ചു കെട്ടി വരുമ്പോൾ അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്ന ക്ലിഫ് ഹൗസ് പൊതുഭരണ വകുപ്പ് ഏറ്റെടുത്ത് അതിനെ നവീകരിച്ച് കർട്ടനൊക്കെ മാറ്റി ഒന്ന് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി വേണം അടുത്ത മുഖ്യമന്ത്രിക്ക് കൈമാറാൻ. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടും. പക്ഷേ ഈ താമസവും ഈ യാത്രയും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് ചെന്ന് കയറ്റവും അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പിണറായി വിജയൻ എപ്പോഴും മുഖ്യമന്ത്രി, കാവൽ മുഖ്യമന്ത്രിയായി പിണറായി ഇപ്പോഴും തുടരുക. കോൺഗ്രസ്സുകാരവിടെ കസേരകളുമായി നടക്കുമ്പോൾ പിണറായി വിജയൻ ഊറിച്ചിരിക്കുന്നുണ്ടാവും മനസ്സിൽ. കാരണം കുറച്ചുകൂടി ഫയലുകൾ ഒപ്പിടണം, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. കാവൽ മന്ത്രിസഭ ആയതുകൊണ്ട് നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. എന്നാലും ഓരോ മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്ന താൽക്കാലിക സ്റ്റാഫ്, കോൺട്രാക്ട് ബേസിൽ അപ്പോയിൻമെൻറ്റ് കൊടുത്തവരുടെ കാര്യങ്ങൾ, പാർട്ടിയിലെ നുഴഞ്ഞുകയറ്റക്കാർ, ഇവരെയൊക്കെ ഒന്ന് ക്രമീകരിക്കണം. നമ്മൾ കരുതുന്ന അത്ര നിസ്സാരക്കാരനല്ല പിണറായി വിജയൻ. നമുക്കറിയാം, 1998 പാർട്ടി സെക്രട്ടറി ആയ വ്യക്തിയാണ് പിണറായി വിജയൻ. അന്ന് മുതൽ AKG സെൻറ്ററിൽ പിണറായി വിജയൻ ഒരു കണക്കപ്പിള്ളയുണ്ട്, ഒരു ബിജു അങ്ങനെ കണ്ട പേരുള്ള ഈ കണക്കപ്പിള്ളയാണ് ഈ പാർട്ടിയുടെ കണക്ക് സൂക്ഷിക്കുന്നത്. കേരളം കരുതുന്നതിനും അപ്പുറമാണ് CPMൻ്റെ കണക്ക്. ആ കണക്ക് പുസ്തകം എല്ലാ ദിവസവും 5 മണി കഴിയുമ്പോൾ 5 മണിക്ക് 7 മണിക്കും ഇടയിൽ പിണറായി വിജയൻ്റെ സൗകര്യം നോക്കി ഈ കണക്ക് പുസ്തകം കൊണ്ടുവന്ന് ഈ രജിസ്റ്റർ എല്ലാം ഒത്തുനോക്കി പിണറായി വിജയന് അതിലൊരു അപ്രൂവൽ കൊടുക്കണം. അതിന് മറ്റൊരാൾക്കും അവകാശമില്ല. പാർട്ടി സെക്രട്ടറി ആയിരുന്ന 15 വർഷം, നമുക്കറിയാം 1998 മുതൽ 2016 വരെയുള്ള കാലഘട്ടം, 17 വർഷം. ആ കാലഘട്ടം മാത്രമല്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷവും AKG സെൻറ്ററിലെ കണക്ക് പുസ്തകം നോക്കി അത് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഇതേ പിണറായി വിജയനാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. പാർട്ടിക്ക് വലിയൊരു വരുമാനമാണ് ഇത് നടത്തിക്കൊണ്ടുപോയത്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക്, ഏരിയ സെക്രട്ടറിമാർക്ക്, ജില്ലാ സെക്രട്ടറിമാർക്ക്, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഒരു വലിയ തുക, ഒരു 500 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു വർഷം നടക്കും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് പാർട്ടിക്ക് കിട്ടേണ്ടത്? ഏതൊക്കെ വലിയ വ്യവസായികളാണ് കൃത്യതയോടെ ഫണ്ട് ഇങ്ങോട്ട് കൈമാറുന്നത്? ഇതൊക്കെ നിശ്ചയമുള്ള ഒരാളേ ഉള്ളൂ, അതാണ് പിണറായി വിജയൻ. ഒരു MP ഗോവിന്ദനും അതിൽ കൈകടത്താൻ സ്വാധീനമില്ല. മറ്റൊരാൾ ഈ അധികാരസ്ഥാനത്തെത്തിയാൽ പിണറായി വിജയന് പകരം പുതിയ ഒരാൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് വെച്ചാൽ അത് കൃത്യതയോടെ നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ 130 കോടി രൂപ മുടക്കി പണിത പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരം, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം 7 ലക്ഷം രൂപ ഒരു മാസം. അവിടുത്തെ സ്റ്റാഫിൻ്റെ പേയ്മെൻറ്റ്. പാർട്ടിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു സാമ്രാജ്യമുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാൾ ഇത് കൃത്യതയോടെ കണക്ക് പുസ്തകം നോക്കി പണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയില്ല എങ്കിൽ ഇതൊക്കെ വെറും അസ്ഥിപഞ്ജരമായി മാറും. അതാണ് പാർട്ടിയുടെ വലിയൊരു തലവേദന. ഇത് പിണറായിക്ക് അറിയാം.
അതുകൊണ്ടാണ് പാർട്ടിയിൽ പിണറായി പൂർണ്ണ പിടിമുറുക്കി അധികാരം നഷ്ടപ്പെട്ടിട്ട് നിന്നത്. പാർട്ടിയുടെ ഖജനാവ് തൻ്റെ കയ്യിലാണ്. ഇത്തരമൊരു അഹംബോധം പിണറായിക്കുണ്ട്. പാർട്ടിയുടെ ഖജനാവ് പിണറായി വിജയനും കുടുംബവും ഒന്നു ചേർന്നാണ് നോക്കുന്നത്. പിണറായി വിജയൻ അറിയാം, പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ എവിടെ നിന്ന് ഫണ്ട് വരുന്നു, ഏത് തലത്തിലാണ് ഈ ഫണ്ട് പോകുന്നത്, എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും, കാര്യത്തിൽ നിശ്ചയമുണ്ട്. എന്നാൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പിണറായി വിജയന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ മുൻപ് പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. സ്വതവേ അദ്ദേഹത്തിന് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നൊരു പ്രശ്നമുള്ള ചെറിയൊരു കൂനൊക്കെ. പക്ഷേ അത് വീണ്ടും കൂടി വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. 81 വയസ്സാണ് രേഖകളിൽ. പക്ഷേ യഥാർത്ഥ വയസ്സ് കുറച്ചുകൂടി കൂടും. പക്ഷെ 81കാരനായ പിണറായി വിജയൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തെ ശക്തിയിലേക്ക് താൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ LDFിൻ്റെ മുന്നണി യോഗത്തിലെത്തി പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണം, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി പ്രകടമാക്കണമെന്നാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകണം. അങ്ങനെ LDFിനെ വീണ്ടും സജീവ പ്രവർത്തനധാരയിലേക്ക് കൊണ്ടുവന്ന് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടി 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒന്നുകൂടി ആകാം എന്നൊരു പ്രതീക്ഷ പിണറായിയിൽ ഉണ്ടാകാം. അത് അദ്ദേഹത്തിൻ്റെ മോഹം. പക്ഷേ ഇത് നടക്കില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേയേറെ സംഭവ വികാസങ്ങളിലൂടെ ഇപ്പോൾ പിണറായി തിരിച്ചറിഞ്ഞു. ഒന്ന്, CPI ആദ്യ ദിവസങ്ങളിൽ യോഗം ചേർന്ന് ഇനി പ്രതിപക്ഷ നേതാവായി പിണറായിയെ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. അത് പിണറായിക്കേറ്റ ആദ്യ ഷോക്കായിരുന്നു. പാർട്ടിക്കൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്, MA ബേബി എന്ത് പറഞ്ഞു? അണികൾക്ക് സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താം, ആരെയും ഭയപ്പെടേണ്ടതില്ല. അണികൾക്ക്, നേതാക്കൾക്ക് വിമർശനങ്ങൾ ഉയർത്താം, പാർട്ടി ഫോറങ്ങളിൽ തുറന്നു പറച്ചിലുകൾ നടത്താം. അപ്പോൾ അത് പിണറായിക്കുള്ള രണ്ടാമത്തെ താക്കീതായി. അപ്പോൾ ചില കോണുകളിൽ നിന്ന് തനിക്കെതിരെ വിമർശനം ഉയർന്നു വരുന്നു എന്ന് പിണറായി മനസ്സിലാക്കിയ 2 ചിത്രങ്ങളാണ്. കണ്ണൂരിൽ നിന്ന് പിണറായി വിജയൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി MV ഗോവിന്ദൻ്റെ ഇന്നോവ കാറിൽ കയറി ക്ലിഫ് ഹൗസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏറെ ദുർബലനായിരുന്നു എങ്കിലും അവശേഷിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നൊന്നായി തകർന്നു വീണു. MA ബേബിയുടെ ഈ നിർദ്ദേശം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾക്കൊണ്ടു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പിണറായി വിജയൻ വരുന്നത് ഒരു മസിൽ പിടിച്ചാണ്. മസിൽ പിടിച്ച് വരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച രാവിലെ തുടങ്ങി 4 മണിക്ക് മുമ്പായി തീർക്കണമെന്നും 4 മണിക്ക് പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തണമെന്നും മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നിർദ്ദേശം വെച്ചു. പക്ഷെ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് പോലെ ആ നേതാക്കൾ യോഗത്തിൽ ചിലതൊക്കെ തുറന്നു പറഞ്ഞു. നേതാക്കൾ പറഞ്ഞു, വിമർശനങ്ങൾക്ക് സമയം കുറിക്കരുത്, നേതാക്കൾക്ക് ഞങ്ങളെ കേൾക്കാനുള്ള മനസ്സും സമയവും ഉണ്ടാകണം, തുറന്നു പറച്ചിലുകൾക്കും തുറന്ന വിമർശനങ്ങൾക്കും നേതൃത്വം തയ്യാറാകണം. ഇത് പിണറായി വിജയന് ഏറ്റ മാരക ഷോക്കായി. പിണറായി അവിടെ തളർന്നിരുന്നു എന്നാണ് ചില പാർട്ടി നേതാക്കൾ പറയുന്നത്. കേട്ടിട്ട് പോയാൽ മതി എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ പറയും. അത് കുറച്ച് ആലങ്കാരികമായി അവർ പറഞ്ഞാണ്, അത്രയേ ഉള്ളൂ. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒന്നൊന്നായി അങ്ങ് തുടങ്ങി. ഇവിടെ തെറ്റുപറ്റിയത് നേതൃത്വത്തിനാണ്. സംസ്ഥാന സെക്രട്ടറി മാറണം, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം. ഇതൊരു കൊടുങ്കാറ്റ് പോലെ പിണറായി വിജയനിൽ വന്ന് പതിച്ചു. ഇതുവരെ തൻ്റെ നേരെ ചൂണ്ടുവിരലുകൾ ഉയർത്താൻ ധൈര്യപ്പെടാത്ത പാർട്ടിയിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇതാ തൻ്റെ നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയിരിക്കുന്നു. അവർ തന്നോട് ശൈലി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് സെക്രട്ടേറിയറ്റിൽ ചർച്ച തുടങ്ങി, ചർച്ച അവസാനിപ്പിച്ചത് 13 മണിക്കൂറുകൾക്ക് ശേഷം രാത്രി 11 മണിക്കാണ്. 9 മണി കഴിഞ്ഞതോടെ പിണറായി വിജയന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം 9 മണിക്ക് പോയി. എന്നിട്ട് ചർച്ച അവസാനിച്ചത് 11 മണിക്ക്. ഈ 9 മണി വരെ പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചു. തൊട്ടടുത്ത ദിവസമായിരുന്നു LDF യോഗം. LDF യോഗം നടക്കുമ്പോൾ പിണറായി വിജയൻ LDF യോഗത്തിലേക്ക് വരുന്നു.
LDFിലെ ചില അംഗങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഏറ്റവും ശക്തമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെന്ന്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കതിൽ കുഴപ്പമില്ല, ഞാൻ മറുപടി പറഞ്ഞോളാം. പൊതുവായ പരാജയ കാരണങ്ങൾ പറയുക. അപ്പോഴും LDFിലെ ഘടകകക്ഷികൾ പറഞ്ഞു തെറ്റുപറ്റിയത് നേതൃത്വത്തിനാണ്, പാർട്ടിയുടെ നയസമീപനങ്ങൾ തെറ്റിപ്പോയി, പാർട്ടി ജനങ്ങളെ നേരിട്ട രീതി തെറ്റിപ്പോയി, ശൈലി തെറ്റിപ്പോയി. അപ്പോൾ എല്ലാ തലങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ വന്നപ്പോൾ പിണറായി വിജയൻ തളർന്നു. താൻ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അജീയ നേതാവാണ് എന്ന ധാരണ തിരുത്തപ്പെട്ടു. അവിടെയാണ് പിണറായി വിജയൻ പതറിയത്, അവിടെയാണ് പിണറായി വിജയൻ്റെ കണ്ടമിടറിയത്, അവിടെയാണ് പിണറായി വിജയൻ തോറ്റുപോയത്. അതോടെ അഹങ്കാരത്തിൻ്റെ ആ കൊമ്പൊടിഞ്ഞു, താഴെ വന്നു. തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ താൻ ഒറ്റപ്പെടുന്നു, താൻ വിമർശനങ്ങൾക്ക് ഇരയാകുന്നു, താൻ വിമർശനങ്ങളുടെ മുൾമുനയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ പക്ഷെ അവശേഷിക്കുന്ന ഒരു ആഗ്രഹം കൂടി ഇപ്പോൾ മനസ്സിൽ പേറുകയാണ്, പ്രതിപക്ഷ നേതാവാകണം. ഇന്ന് CPI വളരെ ശകാര ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന്. പുതിയ ആളുകൾ കൊടുക്കട്ടെ. ഇപ്പോൾ പൂർണ്ണമായും ഒരു പരാജയത്തിൻ്റെ പടുവക്കിലെത്തി നിൽക്കുകയാണ് പിണറായി വിജയൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പിണറായി വിജയനെ വെട്ടിയൊതുക്കി. പിണറായി വിജയൻ്റെ ഹുങ്ക, അഹങ്കാരം, ധാർഷ്ട്യം എല്ലാം വെട്ടി അരിഞ്ഞു കളഞ്ഞു. ഇനി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഏറെ ദുർബലനായ പിണറായി വിജയൻ്റെ ഇനിയുള്ള ജീവിതം അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. 2016 അന്ന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. ഉമ്മൻചാണ്ടിക്ക് ഒരു ബഹുജന പിന്തുണ അപ്പോഴും ഉണ്ടായിരുന്നു. കോൺഗ്രസ് സർക്കാരിന്, UDF സർക്കാരിന് ജനം വെറുത്തുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളോടുള്ള ഒരു കരുതൽ, ഉമ്മൻചാണ്ടി ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ശൈലി, ഇതൊക്കെ അന്ന് പരക്കെ അഭിനന്ദിക്കപ്പെട്ടിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു ഭ്രാന്തൻ വന്നിരുന്നതിനെ പിണറായി വിജയൻ അതിനിശ്ചിത ഭാഷയിൽ വിമർശിച്ചിരുന്നു. പിന്നീട് പിണറായി വിജയൻ കയറി എന്താ ചെയ്തത്? ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊട്ടിയടിച്ച് അതിന് മുന്നിൽ കാവൽക്കാരെ നിർത്തി ഒരാളെയും അങ്ങോട്ട് കയറ്റി വിടാതായി. മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി ഒരാൾക്ക് സംസാരിക്കാൻ ഭയം, ഇടപെടാൻ ഭയം, ഒരു MLAക്ക് പോലും അവിടെ ചെന്നിരിക്കാൻ ഭയം. അങ്ങനെ ജനങ്ങളിൽ നിന്ന് കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പതനം തീർച്ചയായിട്ടും ഇത്തരം ചില ദുർഘട അവസ്ഥകളിൽ കൂടി കടന്നുപോയേ കഴിയൂ. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാര കസേരകളിൽ ഇരുന്നിരുന്ന് വന്ന ഒരാളാണ്. മന്ത്രിയായിരുന്നു, പാർട്ടി സെക്രട്ടറി ആയിട്ട് 17 വർഷക്കാലം ആ കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറുന്നു. ഇപ്പോൾ പറയുന്നത് പോലെ പ്രതിപക്ഷ കസേരയിലേക്ക് കയറാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഒന്നെങ്കിൽ പിണറായിക്ക് ഇങ്ങനെ ആരെയെങ്കിലും ഒക്കെ ഒന്ന് ഭരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിൽ ഈ അധികാരം ഇത്രത്തോളം ഭ്രമിപ്പിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ കണ്ടാൽ അറിയാം. അതൊരു ശകാരത്തിൻ്റെ ശരീരഭാഷയാണ്, അതൊരു അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയാണ്. അത് നമ്മൾ സാധാരണ കാണുന്ന ഒരു അധ്വാനവർഗ സൈദ്ധാന്തിക, ഒരു അധ്വാനവർഗ ശരീരഭാഷയല്ല. ഈ വർഗ സമരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച ഒരു വിപ്ലവ കാലഘട്ടമുണ്ട്. അതിലൂടെ വളർന്നു വരുന്ന നേതാക്കൾ തൊഴിലാളി വർഗത്തിനൊപ്പം നിൽക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവമുള്ളവരാകണമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് തൊഴിലാളി വർഗത്തിനിടയിൽ നിന്ന് വളർന്നു വന്ന നേതാക്കൾ പിന്നീട് ഏകാധിപതികളായി മാറുന്നതും അവർ വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നതുമാണ്. വ്യക്തിപൂജ വളർന്ന് അവർ അമാനുഷികരാകും. സ്റ്റാലിൻ്റെ കാര്യത്തിൽ, മറ്റ് ലെനിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ നമുക്കറിയാം പുടിൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്ന അതാണ്. കിം ജോങ് ഉൻ മറ്റൊരു പ്രതീകമാണ്. ഇവരൊക്കെ കരുതുന്ന ഇവർ അമാനുഷികരാണെന്ന്. ഒരു തലത്തിൽ പിണറായി വിജയനും താൻ അമാനുഷികനാണെന്ന് കരുതി. ഈ സാധാരണ മനുഷ്യരുടെ മനോഭാവത്തിനപ്പുറം താൻ പറയുന്നതാണ് ലോകം, താൻ നിശ്ചയിക്കുന്നതാണ് അധികാരം, തൻ്റെ ഇടപെടലുകളാണ് അധികാരത്തിൻ്റെ അടയാളങ്ങൾ. താനൊന്ന് നോക്കിയാൽ, താനൊന്ന് ചൂണ്ടുവിരൽ ഉയർത്തിയാൽ മറ്റുള്ളവർ അതിൽ ഭ്രമിച്ചു നിൽക്കുമെന്നോ അതിൽ വിരണ്ടു നിൽക്കുമെന്നോ പിണറായി വിജയൻ കരുതി. അതെല്ലാം വെറും ചിന്ത മാത്രമായിരുന്നു, ഒരു പ്രഹേളിക മാത്രമായിരുന്നു. ഇന്ന് തിരിച്ചറിയാനുള്ള പ്രയാസം ഇപ്പോൾ. കഴിഞ്ഞതെല്ലാം, കടന്നുപോയ ആ കാലഘട്ടമെല്ലാം ഒരു പ്രഹേളികയായി ഇപ്പോൾ പിണറായി വിജയന് തോന്നുന്നുണ്ടാവാം.
ഇനി എങ്ങനെ തിരിച്ചു വരും? പക്ഷെ തിരിച്ചു വരാൻ പിണറായി വിജയന് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ? ആരെങ്കിലും അദ്ദേഹത്തെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനിയുള്ള കാലം വളരെ സ്വച്ഛതയോടെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തെ സ്നേഹിച്ച പാർട്ടി അണികൾക്കും ഒപ്പം അദ്ദേഹം ചെലവിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ സന്തോഷകരമാകട്ടെ. അതെല്ലാം നമുക്ക് എന്താ ആശംസിക്കാം. ഇവിടെ ഈ പിണറായി വിജയന്റെ 10 വർഷ കാലത്തിനിടയിൽ നടന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. പ്രതിപക്ഷം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന, രമേശ് ചെന്നിത്തല തന്നെ പലപ്പോഴായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങൾ. ഈ 10 വർഷക്കാലവും ഈ പറയുന്ന CPM-ഉം പിണറായി സർക്കാരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിലേതെങ്കിലും ഒരു കേസിന് എനിക്കെതിരെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെതിരെ വരെ ആരോപണങ്ങൾ വന്ന കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ കേസിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? മുൻപ് ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്ത് ഈ CPM-നോടും പിണറായി വിജയനോടും ഒക്കെ ഒരു അല്പം കരുണ കാണിച്ചിരുന്നു. പക്ഷേ ഇനിയുള്ളവർ അതിന് തയ്യാറാകുമോ? ഒരു കരുണ പിണറായിക്ക് കൊടുക്കാൻ തയ്യാറാകുമോ? അല്ല, ഇത് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഒരാളെ പിടിച്ചിരുത്താൻ ഇത്രയും പാടുപെട്ട കോൺഗ്രസ്, ഇത്രയും കരുത്തരായ പിണറായി വിജയന് നിസ്സാരക്കാരനല്ല. ഇപ്പോഴും 10-40 MLA-മാരുടെ പിന്തുണയുണ്ട്, AKG സെൻറ്ററിൻ്റെ കരുത്തുണ്ട്, പാർട്ടി അണികളെ തെരുവിലിറക്കാനുള്ള ആജ്ഞാശക്തിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ നിലംപൊത്തിയെന്നൊന്നും അക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ആർജവമുള്ളൊരു ഭരണകൂടം ഇനി ഉയർത്തു വന്നാൽ പിണറായി അല്ല, അതിനേക്കാൾ കൊടികെട്ടിയ തബ്രാക്കന്മാരെ വരെ ജയിലിൽ പിടിച്ചിടാം. പക്ഷെ അതിനുള്ള ആർജവം ഈ കടന്നു വരുന്ന ഭരണകൂടത്തിനുണ്ടാകുമോ? അതാണ് മുഖ്യ ചോദ്യം. അവിടെ ഒരു മുസ്ലിം ലീഗുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അവരൊക്കെ പിണറായി വിജയനെ അങ്ങനെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കാനൊന്നും സമ്മതിക്കത്തില്ല. അതൊക്കെ ചില കൊടുക്കൽ വാങ്ങലുകളുടെ കഥകൾ കൂടിയുണ്ട്. മുസ്ലിം ലീഗ് ഏറെ സ്വാധീനം ഈ ഭരണകൂടത്തിൽ ചെലുത്തും എന്നതിൻ്റെ ചില തെളിവുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അവരെ വകഞ്ഞു മാറ്റി ഒരു ഭരണകൂടത്തിന് പോവുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭരണകൂടത്തിനും ചില നിയന്ത്രണങ്ങൾ പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. അത് പിണറായി വിജയനെ സമർത്ഥമായി ഉപയോഗിക്കാനും അറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥർ, സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, യൂണിയൻ അംഗങ്ങൾ, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് മേയുന്ന ഇടതുപക്ഷ യൂണിയനുകൾ, ഇവരെയൊക്കെ പിണറായി വിജയൻ ഇനിയും നിയന്ത്രിക്കും. ഭരണത്തിൽ ഒരു റിമോട്ട് ആക്സസ് എപ്പോഴും പിണറായിയുടെ കയ്യിലുണ്ടാകും. നമുക്കറിയാം, ചില കേസുകളിലൊക്കെ കോടതിയുടെ നിർദ്ദേശമുണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ. പിണറായി വിജയനെതിരെയോ അതുപോലെയുള്ള ഒരു അധികാരിക്കെതിരെയോ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ധൈര്യമുള്ള? ഒരു ആഭ്യന്തര സെക്രട്ടറി അതിന് ശ്രമിക്കുമോ? ഒരു DGPക്ക് അതിനുള്ളൊരു കരുത്തുണ്ടാകുമോ? അപ്പോൾ നമുക്ക് അതൊക്കെ പൂർണ്ണമായി അസ്തമിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അത്തരം ശക്തി വരുന്ന ഭരണകൂടം പുറത്തെടുത്താൽ അവർക്കൊരു പക്ഷേ തുടർ ഭരണം കിട്ടും. കാരണം ആ ഒരു ശക്തിയാണ്, ആ ഒരു അധികാരമാണ് ജനം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ പ്രവർത്തകർ സൈബറിടത്തിൽ വാതോരാതെ പറയുന്നത് കാണിച്ചു തരാം, ഞങ്ങൾക്ക് അങ്ങൊന്ന് കിട്ടിക്കോട്ടെ എന്നാണ്. അത്തരം ചില നീക്കങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, നോക്കാം. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പിണറായി വിജയന് ഇത്രത്തോളം വിമർശനങ്ങൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നേരിടുന്നുണ്ടെങ്കിലും അങ്ങനെ പാർട്ടിക്ക് പൂർണ്ണമായും പിണറായി അങ്ങ് തള്ളി മാറ്റി കളയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, 10 വർഷത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും ഒരു പാർട്ടി സെക്രട്ടറിയുടെ രീതിയാണ് പിണറായിക്ക് എന്ന്. പക്ഷേ ഇത്രത്തോളം ഈ പറയുന്ന CPM-കാരെ ഒരുമിപ്പിച്ച് കൊണ്ടു നടക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയണം. പക്ഷേ ഇറങ്ങിപ്പോകാൻ നേരം ഇത്രത്തോളം ഒരു നാണം കെട്ടൊരു ഇറങ്ങിപ്പോക്കായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അല്ല, ചോദ്യം ചെയ്യാൻ പുതിയ തലമുറ ഉയർത്തു വരും. നമ്മൾ കരുതുന്ന പോലെ അല്ല CPM പാർട്ടി. CPM പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവില്ല എന്ന് കരുതിയിടത്താണ് നമുക്കറിയാം G. സുധാകരൻ ഉയർത്തെഴുന്നേറ്റത്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വന്നത്, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ രംഗത്ത് വന്നത്. ഈ മുഖങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലഘട്ടത്തിൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞവരുടെ മുഖങ്ങളാണ്. അവരൊക്കെ പിണറായി വിജയന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ചൂണ്ടുവിരലുകൾ പിണറായിയുടെ നേർക്ക് ഉയരും. എല്ലാവരെയും വെട്ടിയൊതുക്കി ബോൺസായി ആയി നിൽക്കുകയാണ് ഇപ്പോൾ CPM. പക്ഷെ അതിനടിയിൽ ഒരുപാട് ചെറിയ ചെറിയ മനുഷ്യരുണ്ട്. അവർക്ക് വലിയ മോഹങ്ങളുള്ളവരാണ്, ഈ പാർട്ടിയെക്കുറിച്ച് സങ്കല്പമുള്ളവരാണ്. അവരിനി ഈ വടുവൃക്ഷത്തെ പിഴുതെറിഞ്ഞ് കടന്നു വരും. അതൊരു കാവ്യനീതിയാണ്, കാലഘട്ടത്തിൻ്റെ ഒരു ചോയ്സാണ്.
എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. എല്ലാവരും ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പിണറായി അവിടെ പിടിച്ചിരുത്തി പറയുമ്പോൾ പിണറായിക്ക് പണ്ടത്തെ ആ ഒരു പ്രതാപം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഇനി ഒരു അധികാരത്തിന് വേണ്ടി ഇങ്ങനെ കടിച്ചു പിടിക്കുന്നത് ഈ പാർട്ടിയെ തന്നെ വീണ്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമായി പോകും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.